നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഫയറിൽ നമുക്ക് ഒരു അതിഥിയുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദാണ് നമുക്കിപ്പം അതിഥിയായിട്ട് ചേരുന്നത്. അപ്പോൾ VP അബ്ദുൾ റഷീദിനെ ഫയറിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം VP അബ്ദുൾ റഷീദ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ശരി. എന്തായാലും ആദ്യം തന്നെ ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലം എന്നതിനപ്പുറം CPIM ഏറെ കരുത്തുള്ള മണ്ഡലത്തിൽ ഇത്ര മുന്നേറ്റം ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു, MLA-മാരൊക്കെ ആയി, പക്ഷേ അവരെക്കാളിലൊക്കെ വലിയ താരമായിരിക്കുകയാണ് അബ്ദുൾ റഷീദ്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ആദ്യം തന്നെ? അവിചാരിതമായിട്ടാണ് ഞാൻ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാകുന്നത്. 5 വർഷം മുമ്പ് ഇതുപോലെ സമാധാന സാഹചര്യത്തിൽ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് തളിപ്പറമ്പിൽ പാർട്ടി എന്നെ മത്സരിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. അന്ന് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു എതിരാളിയായിട്ടുണ്ടായിരുന്നത്. തളിപ്പറമ്പ് നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. ആന്തൂരും മൊറാഴിയൊക്കെ ഉൾപ്പെടുന്ന 45,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും 1,00,000-ന് ഏകദേശം 6ഓളം മണ്ഡലങ്ങൾ 60,000 മട്ടന്നൂർ കടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് 1,00,000-ഓളം വോട്ട് കുറയ്ക്കുകയും UDF-ന്റെ വോട്ട് ഷെയർ 50,000-ൽ നിന്ന് 71,000-ലേക്ക് ഉയർത്തുകയും ചെയ്തത്. 5 വർഷമായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിലാണ് KPCCയുടെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, അതിന് തയ്യാറെടുക്കണമെന്ന് അറിയിച്ചത്. പിന്നീട് ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാം ബന്ധപ്പെട്ട് ധർമ്മടത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞ് തീരുമാനം ഉടനുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്നാണ്, ഒരു സെക്കൻഡുണ്ടായ തീരുമാനമാണ്. അപ്പോൾ ധർമ്മടത്തേക്ക് ഞാൻ മാറുന്നത് കേവലം 2 ആഴ്ചക്കാലാണ്. നമുക്കറിയാം, ധർമ്മടം അസംബ്ലി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. വൈകാരികമായ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPM-നെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ വൈകാരികമായ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവി കൊണ്ട പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന, സഖാവ് AKGയുടെ ജന്മനാടായ പെരളശ്ശേരി, ആയില്ലത്തുകുറ്റിയിൽ തറവാട് ഉൾപ്പെടുന്ന ഒരുപാട് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. 8 പഞ്ചായത്തും LDF ആണ്. കഴിഞ്ഞ UDF-ന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് UDF-ന്റെ ഒരു തരംഗമുണ്ടായപ്പോഴും കയ്യിലുണ്ടായിരുന്ന കടമ്പൂർ പഞ്ചായത്ത് ഉൾപ്പെടെ പിടിച്ചെടുത്ത് 1,00,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു വലിയ കരുത്തുണ്ടായിരുന്ന ഒരു അസംബ്ലിയാണ്. 8 പഞ്ചായത്തും ഇടതുപക്ഷമാണ്, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടതുപക്ഷമാണ്, ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷമാണ്. ഇതെല്ലാം CPM ആണ്. CPM-ന്റെ ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുടെ പ്രദേശം, ഏകപക്ഷീയമായി പാർട്ടി ഗ്രാമങ്ങളിൽ ബൂത്തിലിരിക്കാൻ പോലും പ്രയാസപ്പെടുന്ന പ്രദേശങ്ങൾ, അതുപോലെ പിണറായിയും പെരളശ്ശേരിയിലും ഉൾപ്പെടെ ജനാധിപത്യത്തിൻ്റെ ശവപ്പറമ്പുകൾ ഒരുപാടുണ്ട്. എതിരാളികളെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യുന്ന ഒരുപാട് പ്രദേശങ്ങൾ. കോൺഗ്രസിൻ്റെ 12ഓളം രക്തസാക്ഷികളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കൊല്ലപ്പെട്ട എടക്കാട് ഷാദിലു ഉൾപ്പെടെ 1 ഡസനോളം വരുന്ന UDF-ന്റെ രക്തസാക്ഷികളുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ്, ഒരുപാട് സംഘടനാ ദൗർബല്യങ്ങളും ചില മേഖലകളുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പിനകത്തേക്ക് ഒരു മുന്നൊരുക്കവും ധർമ്മടത്ത് നടത്താതെ, ധർമ്മടത്ത് പാർട്ടി മുന്നൊരുക്കം നടത്തിയിരുന്നു, പക്ഷേ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അപ്രതീക്ഷിതമായി കടന്നു വരുന്നത്. എല്ലാവരും ആ മണ്ഡലത്തെ പുച്ഛിച്ച് തള്ളുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അതിന് പ്രത്യേക വാർത്താ പ്രാധാന്യം ഒന്നും നൽകിയില്ല. അവർ CM-നായിരുന്നു കൂടുതൽ വാർത്താ പ്രാധാന്യം നൽകിയത്. ഞാൻ പല മാധ്യമപ്രവർത്തകരും വിളിച്ചു, നിങ്ങൾ ഞങ്ങളുടെയും വാർത്താ പ്രചരണം ഒന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ CM ഉണ്ട്, പത്രസമ്മേളനമുണ്ട്, CM-ന്റെ പരിപാടിയുണ്ട്, പര്യടനമുണ്ട്. പലപ്പോഴും വാർത്തകൾ പോലും UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും പിണറായി വിജയനും തുല്യനാണ്, സ്ഥാനാർത്ഥി എന്നാൽ BJP-യുടെ സ്ഥാനാർത്ഥിയും തുല്യനാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാധ്യമ ശ്രദ്ധ പോലും ചില മാധ്യമങ്ങൾ ഒഴിച്ച് കിട്ടാത്ത ഒരു വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, അഭിമാനകരമായ മുന്നേറ്റം അവിടെ ഉണ്ടാകും. ഇടതുപക്ഷം പറഞ്ഞു 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം തുടക്കം മുതൽ പറഞ്ഞത് 1,00,000-ഓളം ഭൂരിപക്ഷം എത്തും. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലമാണ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്, പിണറായി വിജയനാണ്, തുടർ ഭരണം ഉണ്ടാവും, 1,00,000 ഭൂരിപക്ഷം കിട്ടും. എന്നെ ഒരുപാട് ആക്ഷേപിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം പറഞ്ഞത്, പേര് പോലും പറയാറില്ല, പൂച്ചക്കണ്ണൻ വിളിക്കും സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ. അതുപോലെ തന്നെ നേർച്ചക്കോഴി, ചാവേറ്, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് തോക്കുന്ന ആൾ, ഏറ്റവും ആദ്യം തോക്കുന്ന ആൾ, വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തോക്കുന്ന ആൾ, അങ്ങനെ പറഞ്ഞ് നിരന്തരം ആക്ഷേപിച്ചും അവഹേളിച്ചും മുന്നോട്ട് പോയപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട UDF-ന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും, ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും സംഘടനാപരമായ ദൗർബല്യമുണ്ട്. പിണറായി പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇല്ല, ധർമ്മടം പഞ്ചായത്തിൽ ഒരു മെമ്പർ പോലും ഇല്ല. അങ്ങനെ പല സ്ഥലത്തും പ്രയാസം അനുഭവിക്കുന്ന ഇടമായിരുന്നിട്ട് കൂടി
ആത്മവിശ്വാസത്തോടെ അവിടുത്തെ UDF ടീം UDF എന്ന് പറയുന്ന പോലെ അവിടുത്തെ UDF നേതാക്കന്മാരും പ്രവർത്തകരും 4 ദിവസം എടുത്തു. പറഞ്ഞ വിശ്വസിക്കുന്നറിയില്ല, 4 ദിവസം എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് 4 ദിവസം എടുത്തു ഒരു ഓഫീസ് കിട്ടാൻ. ഇലക്ഷൻ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് കിട്ടാൻ 4 ദിവസക്കാലം എടുത്തു. ആരും ബിൽഡിംഗ് തരാൻ തയ്യാറല്ല. കാരണം 8 പഞ്ചായത്തും അവർ ഭരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആലോചിച്ചിട്ടാണോ എന്നറിയില്ല. അവസാനം ഒരു പാർക്കിലാണ് എൻ്റെ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും കെട്ടിയത്. അങ്ങനെ പ്രയാസപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ പ്രചരണ വാഹനം പലയിടത്തും തടഞ്ഞു. ഒരുപാട് കേസുകൾ അതുമായിട്ടുണ്ട്. ചക്രകൽ പോലീസ് സ്റ്റേഷനിലും എടക്കാട് പോലീസ് സ്റ്റേഷനിലും ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ രൂക്ഷമായ തെറിവിളി ഉണ്ടായിരുന്നു, ആക്ഷേപം ഉണ്ടായിരുന്നു. പ്രചരണ സാധന സാമഗ്രികൾ വ്യാപകമായി നശിപ്പിച്ചു, പലയിടത്തും മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും കേരളത്തിൻ്റെ മെയ് 4 റിസൾട്ടിൻ്റെ പുലരി മുതൽ രാവിലെ 8 മണി മുതൽ ലോകം കോരിത്തരിച്ചിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പിണറായി വിജയൻ ആദ്യ റൗണ്ടിൽ പിറകിലെന്നാണ്, 2ാം റൗണ്ടിൽ പിറകിലെന്നാണ്, 3ാം റൗണ്ടിൽ പിറകിലെന്നാണ്, 4ാം റൗണ്ടിൽ പിറകിലെന്നാണ്, 5ാം റൗണ്ടിൽ പിറകിലെന്നാണ്, 6ാം റൗണ്ടിലും ഇതാ പിണറായി വിജയൻ പരാജയപ്പെട്ട് പിറകിലാണ്. ഇതെങ്ങാനും തോറ്റുപോകുമോ എന്ന് ലോകത്തെ മുഴുവൻ മലയാളികളും അവരുടെ നാവിൽ നിന്ന്, എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പരക്കം പായുന്ന കാഴ്ച അവിടെ എല്ലാവരും കണ്ടതാണ്. അസ്വസ്ഥനാവുന്ന കാഴ്ച, ഭയപ്പെട്ട് പരിഭ്രാന്തിയിലാവുന്ന കാഴ്ച അവിടെ എല്ലാവരും കണ്ടതാണ്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും 8 മണി മുതൽ 12 മണി വരെ നീണ്ട 4 മണിക്കൂർ മെയ് 4 പുലരിയിൽ 4 മണിക്കൂർ പിറകിൽ നിന്ന അത്ഭുതകരമായ, വളരെ എന്താ പറയുക, കേരളം പ്രതീക്ഷിച്ച കഴിഞ്ഞ 6 പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഈ കേരളത്തിൽ പിണറായി വിജയൻ്റെ സ്വഭാവ രീതി, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന സംസാരങ്ങൾ, ഭീഷണികൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, കൊടിയ അഴിമതി, ഈ 10 വർഷക്കാലം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ നെറികേട്, ജനങ്ങളോട് നടത്തിയ വെല്ലുവിളി, ഇതിനെല്ലാം കിടന്ന് വിയർക്കുക എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ടും അദ്ദേഹത്തിന് അതിനൊരു മറുപടി പറയാൻ പോലും സാധിക്കാത്ത രീതിയിൽ മുഖമടച്ചുള്ള ഒരു പ്രഹരം ഈ കേരളത്തിനകത്ത് സഖാവ് പിണറായി വിജയന് കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് മെയ് 4 ധർമ്മടത്തുണ്ടായത്. സാങ്കേതികമായി ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഞാൻ ആ ദിവസം 12 മണിക്ക് പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായി ഈ കേരളത്തിനകത്ത് ആദ്യം വിജയിച്ച UDF വിജയിച്ച മണ്ഡലം എന്ന് അഭിമാനത്തോടെ ആ ധർമ്മടത്തെ വിശേഷിപ്പിക്കാം. കാരണം ധർമ്മടത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ആരും ആ ഒരു നേട്ടത്തെ ചെറുതായി കാണില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കാലാകാലങ്ങളായി ഇടതുപക്ഷം മാത്രം ഭരിച്ച, ഇടതുപക്ഷത്തെ മാത്രം അധികാരത്തിലെത്തിയ, കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന് പലതവണ അവാർഡ് നേടിയ ചെമ്പിലോട് പഞ്ചായത്തിൽ, ഇടതുപക്ഷം മാത്രം ഭരിച്ച അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ, ഇടതുപക്ഷം മാത്രം ഇന്നേ വരെ ഭരിച്ച ഇടതുപക്ഷത്തിന് കൂടുതൽ ആധിപത്യമുള്ള പഞ്ചായത്തുകളിൽ പോലും UDF മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ താങ്കൾ വളരെ വൈകാരികമായൊക്കെ പ്രതികരിച്ചിരുന്നു. കൂടുതൽ നേതാക്കൾ എത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു തലത്തിലൊക്കെ ആയേനെ എന്നുള്ളത്. ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അവസാന നിമിഷം പിന്മാറി, അല്ലെങ്കിൽ വരാൻ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, അത് ഒരു സമയത്ത് എന്താണ് പറഞ്ഞതെന്നല്ല, സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷെ പരിമിതികളുണ്ട്, പാർട്ടിക്കും മുന്നണിക്കും പരിമിതികളുണ്ട്. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ MP എന്നോട് പറഞ്ഞത്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. തീർച്ചയായും ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ MP, അതുപോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടുന്ന ഒരു ടീമാണ്. ഒരുപാട് ചർച്ചകൾ, ഒരുപാട് പേരുകൾ ആലോചിച്ചതിന് ശേഷം എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. അത് പോരാടാനാണ് അവരുടെ വിശ്വാസം. അവരെന്നോട് പറഞ്ഞത് ഭൂരിപക്ഷം കൂടരുത്, നല്ല മത്സരം കാഴ്ചവെക്കണമെന്നാണ്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാനത് ആഗ്രഹം പറയുകയാണ് ചെയ്തത്, അതിൽ പരാതിയോ പരിഭവമല്ല. പക്ഷേ എല്ലായിടത്തും ഇലക്ഷൻ നടക്കുകയാണ്. അസമിൽ ഇലക്ഷൻ നടക്കുകയാണ്, ബംഗാളിൽ ഇലക്ഷൻ നടക്കുകയാണ്, പുതുച്ചേരിയിൽ ഇലക്ഷൻ നടക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 100+ എന്ന വലിയ സ്വപ്നവുമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവരെല്ലാം
എല്ലാവരും മത്സരരംഗത്താണ്. രമേശ് ചെന്നിത്തല മത്സരരംഗത്താണ്, ബഹുമാനായ വി ഡി സതീശൻ മത്സരരംഗത്താണ്, KPCC പ്രസിഡന്റിനെതിരെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞ പോലെ വലിയ കടുത്ത മത്സരമാണ് പേരാവൂരിൽ നടന്നത്. വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ഇവരെല്ലാം ജയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഇലക്ഷൻ നടക്കുമ്പോൾ പ്രചാരകർ വരാനുള്ള സാങ്കേതികമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഡേറ്റ് തന്നിരുന്നു, പക്ഷേ പലപ്പോഴും അവസാന നിമിഷം പ്രചരണം ടൈറ്റ് ആയതുകൊണ്ടോ മറ്റ് സ്ഥലങ്ങളിൽ പോകേണ്ടതുകൊണ്ടോ അത് ബോധപൂർവമല്ല എങ്കിൽ പോലും അത് ക്യാൻസൽ ചെയ്യപ്പെടാനുണ്ടായത്. അതുപോലെ തന്നെ നേതാക്കന്മാരുടെ എല്ലാം ഒരേ സമയത്ത് പല മണ്ഡലങ്ങളിലും ബഹുമാനരായ നേതാക്കന്മാരെല്ലാം MP-മാരെല്ലാം ഊണും ഉറപ്പില്ലാതെ ഓടുകയായിരുന്നു. അതൊന്നും ഞാൻ നിസ്സാരമായി കാണുന്നില്ല. കാരണം പല ദിവസങ്ങളിലും ഒന്ന് നേരാമണ്ണം ഉറങ്ങാൻ പോലും കഴിയാതെ ഓടിയ നേതാക്കന്മാർ, അത്രയും പ്രചരണ രംഗത്ത് കഷ്ടപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും കഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ധർമ്മടത്ത് എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ 14 ദിവസം കൊണ്ടാണ് 30,000-ലധികം വരുന്ന വോട്ട്. അതും പിണറായിലാണെന്ന് ഓർക്കണം, ധർമ്മടത്താണെന്ന് ഓർക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്നു എന്നവർ പറയുന്ന, കാണിക്കാൻ ഒരുപാട് പദ്ധതികളുള്ള ഒരു സ്ഥലത്ത് 30,000-ലധികം വരുന്ന വോട്ട്, 1,00,000 കടന്ന് 30,000-ലധികം വരുന്ന വോട്ട് കുറയുകയും UDF-ന്റെ വോട്ട് ഷെയർ 1,00,000-ഓളം കൂടുകയും ചെയ്തത് തീർച്ചയായും പാർട്ടി എന്നിലും അവിടുത്തെ UDF നേതാക്കന്മാരിലും പ്രവർത്തകരിലും അർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചു എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ സമയം കിട്ടുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം, എന്താ പറയുക, തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് ഞാൻ വോട്ടർ പട്ടിക പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിലാണ് എന്നോട് ധർമ്മടത്തേക്ക് പോകാൻ പറഞ്ഞത്. തളിപ്പറമ്പിൽ അവിടുത്തെ LDF, UDF, BJP വോട്ട് ഇങ്ങനെ തരംതിരിക്കുകയായിരുന്നു വോട്ടർ പട്ടിക വെച്ചിട്ട്, അവിടുത്തെ 198 ബൂത്ത് 200ഓളം വരുന്ന ബൂത്തിൽ. അപ്പോൾ സമയം കിട്ടുമായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു, ഞാനിത് പറയുമ്പോഴും പലരും എന്നെ പരിഹസിച്ചവരുണ്ട്. വാർത്തകൾ പോലും വരാതിരുന്നു. ഞാൻ പറഞ്ഞു വലിയ നേട്ടമുണ്ടാകും, ധർമ്മടത്ത് അട്ടിമറി ഉണ്ടാകും, മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ വാർത്തകൾ പോലും നൽകാൻ പലരും മടിക്കായിരുന്നു. കാരണം ആർക്കും അത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് ശരിക്കും ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി ആരെന്ന് ഈ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ആളുകളല്ലാത്ത ആളുകൾ കൂടി അറിയുന്നത് എന്നുള്ളതാണ്. പക്ഷേ താങ്കളുടെ ഒരു ചരിത്രം പരിശോധിക്കുന്നവർക്ക് എന്നാൽ താങ്കളെക്കുറിച്ച് ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പിണറായി വിജയനെ വിറപ്പിക്കാൻ സാധിച്ചു 6 റൗണ്ട് വരെ എന്നത് കേൾക്കുമ്പോൾ വലിയ പുതുമയുമല്ല. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ തളിപ്പറമ്പിൽ LDF-ന്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ധർമ്മടത്തേക്ക് മാറി വളരെ കുറച്ചു കാലമേ ഈ ഒരു പ്രചരണത്തിന് ലഭിച്ചുള്ളൂ എങ്കിൽ പോലും ആ ഒരു ആത്മവിശ്വാസം താങ്കൾക്ക് കൈമുതലായി ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഞാൻ നേതാക്കന്മാർക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നോട് എല്ലാവരും സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിലേക്ക് അയക്കുന്ന സമയത്തും എല്ലാവരും, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കണ്ണൂരിൽ വന്നപ്പോൾ KC വേണുഗോപാൽ MP തന്നെയാണ് നേരിട്ട് വിളിച്ച് ആ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് രാഹുൽ ഗാന്ധി പരിചയപ്പെടുത്തി കൊടുത്തത്. അന്ന് തീർച്ചയായും അത് എന്നെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ജയിക്കാൻ കഴിയുന്നു. പക്ഷേ സമയം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്ക് നല്ലൊരു ടീമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൺവീനറും അടുത്ത MK മോഹനൻ, തായറാജി, അഡ്വക്കേറ്റ് ER വിനോദ്, ചീഫ് ഏജന്റ് ഉൾപ്പെടുന്ന ആ ടീമും ഒരു സ്ഥാനാർത്ഥി എന്നതിൽ ഞാനും അവിടുത്തെ പ്രവർത്തകരും, അല്ലെങ്കിൽ UDF-ന്റെ പ്രവർത്തകർ, കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട്. ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ് ഈ നേട്ടങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ടീം വർക്ക് ഒരു 6 മാസം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ പരാജയപ്പെടുത്താൻ 100% സാധിക്കും. കാരണം ലീഡ് നേടിയ പ്രദേശങ്ങളിലായിരുന്നു ഞങ്ങളുടെ പ്രചരണം കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നത്. പിണറായി പഞ്ചായത്തിലും ധർമ്മടം പഞ്ചായത്തിലും അവസാനത്തെ റൗണ്ടുകളിൽ വന്ന പഞ്ചായത്തുകളിൽ പ്രചരണം കൃത്യസമയത്ത് നടത്താൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ തന്നെ ഒരു 2-3 റൗണ്ട് ഒന്ന് ഓടി എത്താൻ സാധിക്കും, ജനങ്ങളൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. ഞാൻ അതാ പറഞ്ഞത്, പോസ്റ്റർ ഒട്ടിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ, ബൂത്തിലിരിക്കാൻ നിർഭയമായി ഇരിക്കാൻ സാധിച്ച സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ അത്യാവശ്യം റാലികൾ, ചെറിയ റാലികളാണെങ്കിൽ കൊട്ടിക്കലാശം ഉൾപ്പെടെ നടത്താൻ സാധിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ വലിയ മുന്നേറ്റമാണ്. അപ്പോൾ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരു 6 മാസം മുമ്പെങ്കിലും അങ്ങനെ ഒരു പാർട്ടി നിശ്ചയിച്ചാണ്, പാർട്ടി തീരുമാനത്തെ നമുക്ക് നേരത്തെ അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇപ്പോൾ ആഗ്രഹിച്ചു പോകണം. ഞാൻ ആഗ്രഹത്തെയാണ് അന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞു പോയത്. അതൊരു പരാജയോ പരിവോ അല്ല. കുറച്ചധികം സമയം കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി താങ്കളുടെ ഒരു പ്രതികരണമായിട്ട് തന്നെ അതിനെ കാണും. വളരെ വൈകാരികമായിട്ടുള്ള താങ്കളുടെ ഒരു പ്രതികരണമായിരുന്നു. മറ്റൊരു കാര്യം, താങ്കൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക്, പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുകയും നിരവധി സംഘടനാ ഭാരവാഹിത്വമൊക്കെ വഹിക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ പഠനകാലമൊക്കെ വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. പോലീസ് സുരക്ഷയോടെയൊക്കെയാണ് പഠനം നടത്തിയത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ കാലം എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഓർത്തെടുക്കാൻ സാധിക്കും?
ഞാൻ ജവഹർ ഒരു അടിയുറച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. ഉപ്പ കോൺഗ്രസ് ആയിരുന്നു. കെ കരുണാകരൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിച്ചവരാണ്. കെ കരുണാകരൻ പാർട്ടി വിട്ട് DAC രൂപീകരിച്ചപ്പോൾ DAC ഉൾപ്പെടെ സജീവമായി കെ കരുണാകരൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരാളാണ്. ഉമ്മാക്ക് നല്ല രാഷ്ട്രീയം ഉണ്ടായിരുന്നു, നല്ല കോൺഗ്രസ് പ്രവർത്തകയാണ്. അപ്പോൾ ഉപ്പ DAC ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ DAC സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും, ഉമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് എൻ്റെ ഒരു രാഷ്ട്രീയ ഉമ്മാൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ. ഉപ്പയും പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ബാലവേദിയുടെ കണ്ണൂർ ജില്ലാ ചെയർമാനായി എല്ലാ സ്ഥാനങ്ങളും ജവഹർ ബാലമഞ്ചലിയുടെ വഹിച്ചിട്ടുണ്ട്. GV ഹരിസാറിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു, ജില്ലാ ചെയർമാനായിരുന്നു. KSUവിൻ്റെ ഹൈബിയുടെ പ്രസിഡന്റായ കാലത്താണ് ഞങ്ങൾക്ക് സജീവമായി നേതൃനിരയിൽ വരുന്നത്. പിന്നീട് ശ്രീ ഷാഫി പറമ്പിലിൻ്റെ VS ജോയിൻ്റെ 3 സംസ്ഥാന പ്രസിഡന്റുമാരുടെ കീഴിൽ അവരുടെ ഭാരവാഹിയായി എല്ലാ തലങ്ങളിലും യൂണിറ്റ് പ്രസിഡന്റ് തൊട്ട് പിന്നീട് ശ്രീ KM അഭിജിത്തും ഞാനും തമ്മിലാണ് ഒരു ഇന്റേണൽ മത്സരം ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഭിജിത്തിൻ്റെ കമ്മിറ്റിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. KSUവിൻ്റെ എല്ലാ പദവികളും വഹിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നാണ്. ഇപ്പോൾ OJ ജനീഷിൻ്റെ കമ്മിറ്റിയിൽ തുടരുകയാണ്. കാസർഗോഡ് ജില്ലയുടെ ചുമതലയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ KPCC മെമ്പർമാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിച്ച ഒരുപാട് ചുമതലകൾ പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിട്ടുണ്ട്, കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിട്ടുണ്ട്, ലക്ഷദ്വീപിൽ നിരവധി തവണ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ ഉൾപ്പെടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ AICCയുടെ താരപ്രചാരകനായി കടന്നുപോയിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 20 വർഷക്കാലവും കണ്ണൂർ ജില്ലയിൽ തന്നെ സജീവമായി നിന്ന് നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 6 തവണ വിദ്യാർത്ഥി സമരങ്ങളും യുവജന സമരങ്ങളുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 4 തവണ കണ്ണൂരിലും 2 തവണ തിരുവനന്തപുരത്തും ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ പാർട്ടി എല്ലാ കാലത്തും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. 5 വർഷക്കാലമായി തളിപ്പറമ്പ് മത്സരിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് മത്സരിച്ച ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ജനങ്ങളുമായിട്ട്. ആ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് അവിടെ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു. നിയമപഠന കാലത്താണ് എനിക്ക് പോലീസ് ഗൺമാന്മാരുടെ സുരക്ഷ ഏർപ്പാടാക്കി വരേണ്ടി വന്നത്. അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. അന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പരിക്കേറ്റ് നിരവധി തവണ ആശുപത്രി കിടക്കേണ്ടി വന്നു. അവസാനം കോളേജിനകത്ത് സ്ഥിരമായിട്ട് വാഹനമിട്ട് പോലീസ് സുരക്ഷയിലായിരുന്നു. അവസാനം പോലീസ് സാന്നിധ്യത്തിലും ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം കൊല്ലപ്പെടുന്നുള്ള റിപ്പോർട്ട് പ്രകാരം 2 ഗൺമാന്മാരെ തന്നത്. പിന്നീട് ഏകദേശം 1 വർഷക്കാലത്തോളം 2 ഗൺമാന്മാരുടെ സുരക്ഷയിൽ തന്നെയാണ് എൻ്റെ നിയമ പഠനം പൂർത്തിയാക്കിയത്. പക്ഷെ അത് ഈ ധർമ്മടത്താണ്. ധർമ്മടത്ത് പിണറായി വിജയൻ്റെ ഒക്കെ വീടിന് സമീപത്തുള്ള ഓഫീസിന് സമീപത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, പാലയാട് യൂണിവേഴ്സിറ്റി, സ്പീക്കർ AN ശംസീറൊക്കെ പഠിച്ച കലാലയമാണ്. അവിടെയാണ് ഞാനും പഠിച്ചത് നിയമപഠനം. അപ്പോൾ അവിടെ 2 ഗൺമാന്മാരുടെ സുരക്ഷയിൽ ഒരുപക്ഷെ അതില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും കാര്യമായ ഒരു പരിക്ക് പറ്റിയിട്ടൊന്ന് കിടപ്പിലാവുമായിരുന്നു. കാരണം ആ രീതിയിലുള്ള അക്രമം നടന്നൊരു കാലത്താണ് ഞാനവിടെ പഠിച്ചത്. ഏതായാലും ആ സുരക്ഷയിലാണ് എൻ്റെ പഠനം പൂർത്തിയാക്കിയത്. പോലീസ് ഗൺമാന്മാരുണ്ടായിരുന്നു. അവർ വീടിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഒരു എല്ലാ മത്സരിച്ച് ജയിച്ച MLA-മാരുടെ ഒക്കെ ഈ ഒരു വിജയാഘോഷ പരിപാടികളിലൊക്കെ ഇപ്പോൾ താങ്കൾ ഒരു സ്ഥിര സാന്നിധ്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു താരപരിവേഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഇത്തരത്തിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ലീഗ് നേതാക്കളടക്കം പറഞ്ഞത് ഈ വിജയാഘോഷങ്ങളുടെ ആഹ്ലാദങ്ങളുടെ ഒക്കെ നിറം വാങ്ങുന്നുണ്ട് ഇത്തരം ചർച്ചകൾ ഇങ്ങനെ നീളുന്നത് കൊണ്ട് എന്നുള്ളത്. അപ്പോൾ താങ്കൾ ഈ MLA-മാർക്കൊപ്പം ഈ വിജയാഹ്ലാദ ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ആൾ കൂടി ആയതുകൊണ്ട് അതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അല്ല, എന്നെ ബഹുമാനപ്പെട്ട MLA-മാർ മുഴുവൻ എന്നെ വിളിച്ചു. നേതാക്കന്മാർ വിളിക്കുന്ന കൂട്ടത്തിൽ, മുസ്ലിം ലീഗ് നേതാക്കന്മാർ വിളിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അവരെല്ലാം കാണണമെന്ന് പറഞ്ഞു. നേതാക്കന്മാരെയൊക്കെ പോയി കണ്ടു. ഞാനങ്ങനെ ആഹ്ലാദ പ്രകടനങ്ങളിലായിട്ട് പങ്കെടുത്തിട്ടില്ല. പക്ഷേ യാത്രയിൽ എല്ലാവരുടെയും CR മഹേഷിൻ്റെ അടുത്ത്, മാത്യു കോഴൽനാടിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും വിളിച്ചു. റോജി M ജോൺ ഉൾപ്പെടെ. KK രമ MLA സ്വാഭാവികമായിട്ടും കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കണ്ടതാണ്. അങ്ങനെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ അങ്ങനെ സജീവമായി പങ്കെടുത്തതല്ല. ഞാൻ കണ്ണൂരിൽ തന്നെ, ധർമ്മടത്ത് ഞങ്ങൾ വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ്. കണ്ണൂർ ധർമ്മടത്ത് ജയിച്ച പിണറായി വിജയൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. വീടിന് പുറത്ത് ആ ധർമ്മട മണ്ഡലത്തിൽ എവിടെ ഇറങ്ങിയിട്ട് ഒരാളോട് നന്ദി പറഞ്ഞിട്ടില്ല. പക്ഷേ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ എല്ലായിടത്തും നമ്മുടെ പ്രവർത്തകർ വിളിക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി. കാരണം ഒരു വിജയിച്ചതിന് തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരം ചർച്ചകൾ തീർച്ചയായും അതിന് നല്ലൊരു ശുഭ പര്യവസാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പാർട്ടിയുടെ ഒരു നല്ല തീരുമാനം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, പാർട്ടിയുടെ ഉത്തമ താല്പര്യത്തിനനുസരിച്ച് ഭാവി കേരളത്തിൻ്റെ വികസനത്തിന് സാധ്യമാകുന്ന രീതിയിൽ നല്ലൊരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ
മികച്ച മന്ത്രിമാരും ഉണ്ടാകും. അത് കേരളം പാർട്ടി മികച്ചൊരു തീരുമാനം എടുക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള, നാടിന് വേണ്ടിയുള്ള ഒരു മികച്ച തീരുമാനം എടുക്കും. അതിൽ ജനപ്രതിനിധികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും. ഏറ്റവും മികച്ച ഒരു പരാതിയും പരിഭവമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഈ വലിയ കോലാഹലങ്ങളൊക്കെ ഒറ്റ പത്രസമ്മേളനം കൊണ്ട് നിന്നില്ലേ? പ്രകടനങ്ങളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഒരൊറ്റ പത്രസമ്മേളനം നമ്മുടെ നേതാക്കന്മാരുടെ നിരന്ന് നിന്ന് അവരൊക്കെ ആവശ്യപ്പെട്ട് പറഞ്ഞപ്പോൾ തീർന്നില്ലേ? അതുപോലെ തന്നെ ഏറ്റവും നല്ല അന്തരീക്ഷത്തിനകത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടാവും. തീർച്ചയായും മറ്റെല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും ഒപ്പവും ഞാനും പ്രതീക്ഷയോട് കൂടി കാത്തുനിൽക്കുകയാണ് ഭാവി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള നല്ലൊരു ടീമിന്. അതുകൊണ്ട് ഈ ഇപ്പം നടക്കുന്ന ചർച്ചകളൊക്കെ കുറച്ച് പാർട്ടിയുടെ തീരുമാനം വരുന്നതോടുകൂടി അവസാനിക്കുന്നുള്ള ഒരു പ്രത്യാശയിലാണ് ഞാനും. എന്തായാലും പാർട്ടിക്ക് ഉണ്ടായത് വലിയ വിജയമാണ്. ഇത് ഞാനൊരു കാര്യം കൂടെ പറയാണ്. 1 കോടിയിലധികം വോട്ട് കേരളത്തിൽ UDF കിട്ടിയിട്ടുണ്ട്. എനിക്ക് ലഭിച്ച ഒരു വോട്ടിന്റെ ഒരു മൂല്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് രാവിലെ 6 മണിക്ക് പ്രസവ വേദന വന്നിട്ട് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയ ഒരു പെൺകുട്ടി ആ പ്രസവ വേദന സഹിച്ച് 1 മണിക്കൂറോളം സഹിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ചെമ്പിലോട് പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ പോയി പ്രസവ വേദനയോടുകൂടി, നമുക്കറിയാം പേറ്റുനൊമ്പൽ എന്ന് പറയാറുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. ആ പ്രസവ വേദനയോടുകൂടി പോയി വോട്ട് ചെയ്തിട്ട് ആശുപത്രിയിൽ പോയി പ്രസവിച്ച ഒരു രംഗം ഉൾപ്പെടെ അങ്ങനെ വൈകാരികമായ 1 കോടിയിലധികം വോട്ട്. തീർച്ചയായും ആ വോട്ടിന്റെ മൂല്യം പാർട്ടിക്കറിയാം, പാർട്ടി നേതൃത്വത്തിനറിയാം. അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം കേരളത്തിന്റെ ഭാവി കേരളത്തിന്റെ തീരുമാനം എത്രയും വേഗം ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാ കേരള ജനതയും ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ ചോദ്യം കൂടി, അതായത് ഇപ്പോൾ തളിപ്പറമ്പിൽ നിന്നും ധർമ്മടത്തേക്ക് വന്ന് താങ്കൾ മത്സരിച്ചു, കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വിജയം ഉണ്ടാകുമായിരുന്നു എന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള തുടർ പ്രവർത്തനം ധർമ്മടം കേന്ദ്രീകരിച്ച് നടത്താനാണോ, അല്ലെങ്കിൽ ഇനി അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ കണ്ണൂരിൽ കെ സുധാകരന് പിൻഗാമിയായിട്ട് മത്സരിക്കാൻ അത്തരം തീരുമാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇപ്പോൾ ഇനി ഒരു ഭാവി പരിപാടികളൊക്കെ ഏത് രീതിയിലാണ്? സ്ഥാനാർത്ഥിത്വം ഒരിക്കലും ഒരു അവകാശമല്ല. പാർട്ടി നേതൃത്വവും പാർട്ടിയും തരുന്ന ഒരു ഔദാര്യമാണെന്ന് ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു മുൻകൂട്ടി ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ എവിടെയും കേന്ദ്രീകരിച്ച് പ്രവർത്തനമില്ല. ഏകദേശം തളിപ്പറമ്പിലും ധർമ്മടത്തുമായിട്ട് 1.5 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുടെ വോട്ട് നേടിയിട്ടുണ്ട്. അവരെ വോട്ട് നേടിയതുകൊണ്ട് എല്ലാ കാലത്തും ഈ 2 മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെയും പ്രവർത്തകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. പാർട്ടി എന്ത് ചുമതല തന്നാലും ആ ചുമതല നല്ല രീതിയിൽ തന്നെ അതിനോട് നീതി പുലർത്തി കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിത്വത്തിന് അങ്ങനെ ആഗ്രഹിച്ചോ അതിനെ ലക്ഷ്യം വെച്ചോ പ്രവർത്തിക്കില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി ആകണം, അത് മറച്ചു വെക്കുന്നൊന്നുമില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ നിരന്തരം ജീവിക്കുകയും പ്രവർത്തിക്കുകയും അവരോട് നിരന്തരം ഇടപെടുകയും ചെയ്യുന്നു. ഇന്ന് തന്നെ ധർമ്മടത്ത് ഞാനൊരു 5 മരണ വീടുകളിലാണ്, 2 കല്യാണ വീടുകളിലാണ്, ഒരു ഹജ്ജിന്റെ യാത്രയപ്പിലാണ്, ഇത്രയും 8 വീടുകളിൽ ചടങ്ങുകളിൽ പങ്കെടുത്താ വരുന്നത്. അപ്പോൾ സ്വാഭാവിക ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ, അതുപോലെ രാവിലെ ഒരു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രയാസത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി വന്ന് പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ പറയുമ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്നുള്ള സ്വപ്നമുണ്ട്. ഒരുപാട് രോഗികളെ കാണുമ്പോൾ MLA കെയർ എന്ന പേരിൽ ഒരു സ്വപ്ന പദ്ധതി മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി ആകണം എന്നുള്ളത് അതിയായ മോഹമാണ്. അത് അത്യാഗ്രഹമൊന്നുമല്ല. പക്ഷേ പാർട്ടി അവസരം തന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കും, അതിനുവേണ്ടി ഈ 2 സ്ഥാനാർത്ഥിത്വത്തിലും. അതുകൊണ്ടാണ് കേവലം വോട്ട് ചോദിച്ചു തുടങ്ങില്ല, രാവിലെ 5:30 തുടങ്ങി പുലർച്ചെ 2 മണി 2:30 വരെയൊക്കെ ജനങ്ങളുടെ അബ്ദുൾ റഷീദ് വളരെയധികം നന്ദി ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് താങ്കൾ ഇത്രയും സമയം ചെലവഴിച്ചതിന്.